നമ്മൾ മലയാളത്തിൽ എൻ്റെ, എൻ്റേത്, നിങ്ങൾ, നിങ്ങളുടെ, അവളുടെ ഇങ്ങനെയൊക്കെ പറയാറില്ലേ? ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിത ശിവറാം. എല്ലാവർക്കും അജിത സിമ്പിൾ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. പോകാം ക്ലാസ്സിലേക്ക്. ഇന്ന് ഇംഗ്ലീഷിലെ പ്രൊനൗണുകളായ ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ ഫാമിലിയെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതൊരു സെൻറ്റൻസിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ സബ്ജക്റ്റ് എന്ന് പറയാം, സബ്ജക്റ്റ് ഫാമിലി എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇങ്ങനെ ഇംഗ്ലീഷിലൊന്നും നമ്മളെവിടെയും ഇങ്ങനൊരു ടേം കാണില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ടേം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് ഫാമിലിയിൽ ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് എന്നിവയാണ് അല്ലേ. ഇവരുടെ ഓരോരുത്തരുടെയും ഫാമിലീസിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കൊക്കെ ഫാമിലീസ് ഉണ്ടല്ലോ, അതുപോലെ ഇവർക്കും ഉണ്ട് ഫാമിലീസ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഐ ഫാമിലിയെക്കുറിച്ചാണ്. ഐ എന്നാൽ ഞാൻ അല്ലെങ്കിൽ എനിക്ക്. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ, ഞാൻ, എനിക്ക് എന്നൊക്കെ. ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഐ എന്നാണ് പറയുക. ഐ ഫാമിലിയിൽ ഐ, മീ, മൈ, മൈൻ, മൈസെൽഫ് ഇത്രയുമാണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഐ, ഞാൻ, എനിക്ക് എന്നൊക്കെയാണ് അർത്ഥം. ഞാൻ സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഞാൻ എന്നുള്ളത് ഐ ആം ഹാപ്പി. ഐ ആം ഹാപ്പി എന്ന് പറയാം. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. ഞാനൊരു ടീച്ചറാണ്. ആം എ ടീച്ചർ. ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. ഇവിടെ ഐ എന്നുള്ളത് ഞാൻ എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്തത് അല്ലേ. ഐ എന്നതിന് എനിക്ക് എന്നൊരർത്ഥം കൂടിയുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എനിക്കൊരു പേനയുണ്ട്. ഐ ഹാവ് എ പെൻ. ഐ ഹാവ് എ പെൻ, എനിക്കൊരു പേനയുണ്ട്. ഐ വോണ്ട് സം വാട്ടർ. ഐ വോണ്ട് സം വാട്ടർ. ഇവിടെയൊക്കെ നമ്മൾ എനിക്ക് എന്നൊരർത്ഥത്തിലാണ് ഐ എന്നത് യൂസ് ചെയ്തത്. അപ്പോൾ ഐക്ക് രണ്ടർത്ഥമുണ്ട്, ഞാൻ, എനിക്ക്. ഇനി നമുക്ക് മീ എന്താണെന്ന് നോക്കാം. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ എന്നെ, എന്നോട്, എനിക്ക് എന്നൊക്കെ. ഇതിന് പകരമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നതാണ് മീ. കോൾ മീ, എന്നെ വിളിക്കൂ. ഗിവ് മീ എ പെൻ, എനിക്കൊരു പേന തരൂ. ടെൽ മീ, എന്നോട് പറയൂ. ഇവിടെയൊക്കെ നമ്മൾ മീ എന്നുള്ളത് യൂസ് ചെയ്തിട്ടുള്ളത് പലതരത്തിലാണ് അല്ലേ. കോൾ മീ, എന്നെ വിളിക്കൂ. ടെൽ മീ, എന്നോട് പറയൂ. ഗിവ് മീ എ പെൻ, എനിക്കൊരു പേന തരൂ. എന്നെ, എനിക്ക്, എന്നോട് എന്നർത്ഥത്തിലൊക്കെ നമുക്ക് മീ എന്നത് യൂസ് ചെയ്യാം. മൈ, എൻ്റെ. മൈ നെയിം ഈസ് അജിത. എൻ്റെ പേര് അജിത എന്നാണ്. മൈ ഫോൺ ഈസ് ന്യൂ. എൻ്റെ ഫോൺ പുതിയതാണ്. ഇവിടെയൊക്കെ എൻ്റെ എന്നൊരർത്ഥത്തിൽ നമ്മൾ മൈ എന്നതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിൽ എൻ്റെ എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത് എന്താണ്? മൈ. എൻ്റേത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ. ഇതിന് പകരമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത് മൈൻ, എൻ്റേത്. ദിസ് ബാഗ് ഈസ് മൈൻ. ഈ ബാഗ് എൻ്റേതാണ്. ദിസ് ബുക്ക് ഈസ് മൈൻ. ഈ ബുക്ക് എൻ്റേതാണ്. ദിസ് പെൻ ഈസ് മൈൻ. ഈ പെന്ന് എൻ്റേതാണ്. ഇങ്ങനെ എൻ്റേത് എന്നൊരർത്ഥം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് മൈൻ. മൈസെൽഫ്. മൈസെൽഫ് എന്നാൽ എന്താണ്? ഞാൻ തന്നെ, ഞാൻ സ്വയം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതിനുവേണ്ടി നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നതാണ് മൈസെൽഫ്. മൈസെൽഫ്. ഐ ലേൺഡ് ഇംഗ്ലീഷ് ബൈ മൈസെൽഫ്. ഞാൻ സ്വയം ഇംഗ്ലീഷ് പഠിച്ചു. ഐ ലേൺഡ് ഇംഗ്ലീഷ് ബൈ മൈസെൽഫ്. നമ്മൾ പറയാറില്ലേ ഒരു കാര്യം, ഞാനത് സ്വയം ചെയ്തു. ഞാനത് സ്വയം ചെയ്തു എന്നെങ്ങനെയാണ് പറയുക? ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ്. അപ്പോൾ ഇവിടെ ഞാൻ സ്വയം ചെയ്തു എന്നുള്ളതിന് നമ്മളിവിടെ യൂസ് ചെയ്തത് മൈസെൽഫ് എന്നാണ് അല്ലേ. ഐ ഫാമിലിയിൽ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്നുകൂടെ നോക്കാം. ഐ, മീ, മൈ, മൈൻ, മൈസെൽഫ്. ഐ, ഞാൻ. മീ, എന്നെ അല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ എന്നോട്. മൈ, എൻ്റെ. മൈൻ, എൻ്റേത്. മൈസെൽഫ്, ഞാൻ സ്വയം, ഞാൻ തന്നെത്താൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി നമുക്ക് യു ഫാമിലിയെ പരിചയപ്പെടാം.
യു എന്ന ഫാമിലിയിൽ യു, യുവർ, യുവേഴ്സ്, യുവർ സെൽഫ് എന്നിങ്ങനെ 4 അംഗങ്ങളാണുള്ളത്. യു നീ അല്ലെങ്കിൽ നിങ്ങൾ. യു ആർ മൈ ഫ്രണ്ട് നീ എൻ്റെ ഫ്രണ്ടാണ്. യു ആർ വെരി കൈൻഡ് നിങ്ങൾ വളരെ ദയുള്ളവനാണ്. ഇങ്ങനെയുള്ള അർത്ഥത്തിൽ നമുക്ക് യു എന്നത് യൂസ് ചെയ്യാം. മലയാളത്തിൽ നമ്മൾ നീ, നിങ്ങൾ എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ട് ഇംഗ്ലീഷിൽ യു എന്നതാണ് ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ പറയാറില്ലേ നിൻ്റെ, നിങ്ങളുടെ, ഇത് നിൻ്റെ പേനയാണ് അല്ലെങ്കിൽ നിൻ്റെ ബുക്കാണ് എന്നൊക്കെ പറയില്ലേ. നിൻ്റെ, നിങ്ങളുടെ എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് യുവർ, യുവർ നിങ്ങളുടെ. യുവർ ബാഗ് ഈസ് ഹിയർ നിങ്ങളുടെ ബാഗ് എവിടെയുണ്ട്. യുവർ ഹൗസ് ഈസ് ബ്യൂട്ടിഫുൾ യുവർ ഹൗസ് ഈസ് ബ്യൂട്ടിഫുൾ നിങ്ങളുടെ വീട് മനോഹരമാണ്. ഇങ്ങനെയൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യുവർ എന്നതാണ് യൂസ് ചെയ്യുന്നത്. യുവേഴ്സ്, യുവേഴ്സ് എന്നാൽ നിൻ്റേത്, നിങ്ങളുടേത് എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ മലയാളത്തിൽ നിൻ്റേത്, നിങ്ങളുടേത്, നിൻ്റേതാണ്, ഈ വീട് നിൻ്റേതാണ് അല്ലെങ്കിൽ ഈ ബുക്ക് നിൻ്റേതാണ് എന്നൊക്കെ പറയാറില്ലേ. അതിന് പകരമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് യുവേഴ്സ്. ദിസ് ബുക്ക് ഈസ് യുവേഴ്സ് ഈ പുസ്തകം നിൻ്റേതാണ്. ദിസ് ബാഗ് ഈസ് യുവേഴ്സ് ഈ ബാഗ് നിൻ്റേതാണ് അല്ലെങ്കിൽ നിങ്ങളുടേതാണ്. യുവർ സെൽഫ് നിങ്ങൾ തന്നെ, നിങ്ങൾ സ്വയം എന്നൊരർത്ഥമാണ്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തൂ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തൂ. ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങളിൽ സ്വയം വിശ്വസിക്കൂ അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ വിശ്വസിക്കൂ എന്നൊക്കെ പറയാനായിട്ടാണ് നമ്മൾ യുവർ സെൽഫ് എന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യുവർ സെൽഫിൻ്റെ മീനിങ് എന്താണ്? നിങ്ങളെ തന്നെ, നിങ്ങൾ സ്വയം, അങ്ങനെയൊക്കെയാണ്. അടുത്തത് വി. വി ഞങ്ങൾ. വി, അസ്, അവർ, അവേഴ്സ്, അവർ സെൽസ് ഇത്രയുമാണ് വി ഫാമിലിയിലെ അംഗങ്ങൾ. വി എന്നാൽ ഞങ്ങൾ. വി ആർ ഫ്രണ്ട്സ് ഞങ്ങൾ ഫ്രണ്ട്സാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മളവിടെ വി എന്നതാണ് യൂസ് ചെയ്തത് അല്ലേ. ഞങ്ങൾ എന്നൊരർത്ഥത്തിൽ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് വി. അസ്, അസ് എന്നാൽ ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളെ, നമുക്ക്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് അസ് എന്നത് യൂസ് ചെയ്യാം. ദ ടീച്ചർ കോൾഡ് അസ് ടീച്ചർ ഞങ്ങളെ വിളിച്ചു. ഹി ഇൻവൈറ്റഡ് അസ് അവൻ ഞങ്ങളെ ക്ഷണിച്ചു. ഞങ്ങളെ, നമുക്ക്, ഞങ്ങൾക്ക് എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ. അതിനു പകരമായി നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് അസ് എന്നുള്ളത്. അപ്പോൾ മലയാളത്തിൽ നമ്മൾ ഞങ്ങളെ, ഞങ്ങൾക്ക് എന്നൊക്കെ പറയും. അതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ അസ് എന്നത് യൂസ് ചെയ്യും. മനസ്സിലായോ? ഇനി വി ഫാമിലിയിലെ മറ്റൊരു ആളാണ് അവർ. അവർ ഞങ്ങളുടെ, ഞങ്ങളുടെ. ദിസ് ഈസ് അവർ ഹൗസ് ഇത് ഞങ്ങളുടെ വീടാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ എന്നുള്ളൊരർത്ഥത്തിൽ നമ്മൾ അവർ എന്നാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. മലയാളത്തിൽ നമ്മൾ നമ്മുടേത്, ഞങ്ങളുടേത് എന്നൊക്കെ പറയാറില്ലേ. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് അവേഴ്സ്. ദിസ് ഹൗസ് ഈസ് അവേഴ്സ് ഈ വീട് ഞങ്ങളുടേതാണ്. ഞങ്ങൾ തന്നെ, ഞങ്ങൾ സ്വയം, ഇത് ഞങ്ങൾ സ്വയം ചെയ്തതാണ് ഈ ജോലി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് അവർ സെൽവ്സ്. ഇനി ദേ ഫാമിലി നമുക്ക് നോക്കാം. നമ്മൾ മലയാളത്തിൽ പറയില്ലേ അവർ, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ദേ എന്നാണ് പറയുന്നത്. ദേ ആർ മൈ ഫ്രണ്ട്സ് ദേ ആർ മൈ ഫ്രണ്ട്സ്. അവർ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതിന് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ദേ. അവരെ, അവർക്ക് എന്നൊക്കെ പറയേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാം ദം എന്നുള്ളത്. ഐ നോ ദം എനിക്ക് അവരെ അറിയാം. ഇവിടെ ദം എന്നുള്ളത് അവരെ എന്നുള്ളൊരർത്ഥത്തിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഐ ഗേവ് ദം എ ഗിഫ്റ്റ് ഞാൻ അവർക്കൊരു ഗിഫ്റ്റ് നൽകി. ഇവിടെ അവർക്ക് എന്നൊരർത്ഥത്തിലാണ് നമ്മൾ ദം യൂസ് ചെയ്തത്. അവരെ, അവർക്ക് എന്നൊക്കെ പറയാൻ നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത് ദം എന്നതാണ്. ദേർ, ദേർ അവരുടെ. മലയാളത്തിൽ അവരുടെ എന്ന് നമ്മൾ പറയില്ലേ, അതിന് ഇംഗ്ലീഷിൽ ദേർ എന്നാണ് പറയുക. ദേർ ഹൗസ് ഈസ് ബിഗ് അവരുടെ വീട് വലുതാണ്.
ദെയർ പാരൻസ് ആർ ടീച്ചേഴ്സ്. അവരുടെ പാരൻസ് ടീച്ചേഴ്സാണ്. ഇങ്ങനെ അവരുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ദെയർ. ഇനി നമ്മൾ മലയാളത്തിൽ അവരുടേതെന്ന് പറയാറില്ലേ? അവരുടേത് എന്ന് ഇംഗ്ലീഷിൽ പറയാനായിട്ട് ദയേഴ്സ് എന്നാണ് പറയുക. ദയേഴ്സ്. ദീസ് ബുക്സ് ആർ ദയേഴ്സ്. ഈ ബുക്കുകളൊക്കെ അവരുടേതാണ്. ദിസ് ഹൗസ് ഈസ് ദയേഴ്സ്. ഈ വീട് അവരുടേതാണ്. അവരുടേത് എന്ന് പറയാനായിട്ട് നമ്മൾ ദയേഴ്സ് എന്നാണ് പറയുക. അവരുടെ എന്നാണെങ്കിലോ ദെയർ. ഒരു കാര്യം മനസ്സിലാക്കുക, ദെയർ എന്നുള്ളതിന് 2 മീനിങ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളുടെ സ്പെല്ലിംഗ് നോക്കുക നിങ്ങൾ. THEIR എന്ന ദെയർ ആണ് അവരുടെ എന്നുള്ളത്. വേറൊരു ദെയർ ഉള്ളത് THERE ദെയർ, അവിടെ. മലയാളത്തിൽ നമ്മൾ അവർ തന്നെ ചെയ്തു, അവർ സ്വയം ചെയ്തു എന്നൊക്കെ പറയാറില്ലേ? ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് themselves. അവർ സ്വയം എന്നതാണ് themselves എന്നതിൻ്റെ അർത്ഥം. They did it themselves. അത് അവർ സ്വയം ചെയ്തു. അവർ സ്വയം എന്നൊരർത്ഥം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് themselves. ഇനി നമുക്ക് ഹീ ഫാമിലിയെ പരിചയപ്പെടാം. ഹീ ഫാമിലിയിൽ ഹീ, ഹിം, ഹിസ്, ഹിംസെൽഫ് ഇത്രയുമാണുള്ളത്. മലയാളത്തിൽ നമ്മൾ അവൻ എന്ന് പറയില്ലേ? അതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഹീ എന്നാണ് യൂസ് ചെയ്യുന്നത്. അവൻ എൻ്റെ സഹോദരനാണ്. ഹീ ഈസ് മൈ ബ്രദർ. ഹീ ഈസ് മൈ ബ്രദർ. അവനെ, ഹിം. അവനെ, ഹിം. ഞാൻ ഇന്നലെ അവനെ കണ്ടു. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവനെ കണ്ടു. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഹിം, അവനെ. അപ്പോൾ അവന് എന്നൊരർത്ഥത്തിൽ നമ്മൾ ഹിം എന്നതാണ് യൂസ് ചെയ്യുക. അവൻ്റെ, അവൻ്റെ എന്നത് ഹിസ്. ഹിസ് ഫാദർ ഈസ് എ ഡോക്ടർ. ഹിസ് ഫാദർ ഈസ് എ ഡോക്ടർ. അവൻ്റെ ഫാദർ ഒരു ഡോക്ടറാണ്. അവൻ്റെ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിന് വേണ്ടിയിട്ട് ഹിസ് എന്നതാണ് ഉപയോഗിക്കുക. അവൻ സ്വയം, അവൻ തന്നെ. ഇതിനായിട്ട് നമ്മൾ ഹിംസെൽഫ് എന്നതാണ് യൂസ് ചെയ്യുന്നത്. ഹീ ഡിഡ് ഇറ്റ് ഹിംസെൽഫ്. അവൻ അത് സ്വയം ചെയ്തു. അപ്പോൾ ഹീ ഫാമിലിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഹീ അവൻ, ഹിം അവനെ, ഹിസ് അവൻ്റെ, ഹിംസെൽഫ് അവൻ സ്വയം അല്ലെങ്കിൽ അവൻ തന്നെ. ഷീ ഫാമിലിയിൽ ആരൊക്കെയാണ്? ഷീ, ഹെർ, ഹേഴ്സ്, ഹെർസെൽഫ്. ഷീ എന്നാൽ അവൾ. അവൾ എൻ്റെ സഹോദരിയാണ്. ഷീ ഈസ് മൈ സിസ്റ്റർ. ഷീ ഈസ് മൈ സിസ്റ്റർ. അവൾ എൻ്റെ സഹോദരിയാണ്. ഷീ, അവൾ. അപ്പോൾ അവൾ എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഷീ എന്നതാണ് യൂസ് ചെയ്യുക. അവളെ അല്ലെങ്കിൽ അവളുടെ ഇങ്ങനെ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെർ എന്നതാണ് യൂസ് ചെയ്യുക. ഐ നോ ഹെർ. എനിക്ക് അവളെ അറിയാം. ഹെർ മദർ ഈസ് മൈ ഫ്രണ്ട്. അവളുടെ അമ്മ എൻ്റെ ഫ്രണ്ടാണ്. ഹെർ, അവളുടെ. അപ്പോൾ അവളുടെ എന്നുള്ള അർത്ഥത്തിലും അവളെ എന്നുള്ള അർത്ഥത്തിലും നമുക്ക് ഹെർ എന്നത് ഉപയോഗിക്കാവുന്നതാണ്. അവളുടേത് എന്ന് പറയാറില്ലേ നമ്മൾ? ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ഹേഴ്സ്. ഈ പേന അവളുടേതാണ്. ദിസ് പെൻ ഈസ് ഹേഴ്സ്. ഈ ബാഗ് അവളുടേതാണ്. ദിസ് ബാഗ് ഈസ് ഹേഴ്സ്. ഹേഴ്സ് അവളുടേത്. ഇനി നമുക്ക് അവൾ സ്വയം എന്നൊക്കെ പറയാറില്ലേ? അവൾ സ്വയം അത് ചെയ്തു പറയില്ലേ അങ്ങനെ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഹെർ സെൽഫ്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഹെർ സെൽഫ് എന്നാണ്. ഷീ ക്ലീൻ ദ റൂം ഹെർ സെൽഫ്. അവൾ സ്വയം മുറി വൃത്തിയാക്കി. നിങ്ങളപ്പോൾ ഷീ ഫാമിലിയെക്കുറിച്ച് പഠിച്ചില്ലേ? ഷീ അവൾ, ഹെർ അവളെ അല്ലെങ്കിൽ അവൾക്ക്, ഹേഴ്സ് അവളുടേത്, ഹെർ സെൽഫ് അവൾ സ്വയം. അടുത്തൊരു ഫാമിലി കൂടിയുണ്ട്, ഇറ്റ്. അത്. നമ്മൾ അത് എന്ന് പറയാറില്ലേ? അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഇറ്റ് എന്നാണ് പറയുക. ഇറ്റ്സ് എ ഡോഗ്. അതൊരു നായയാണ്. ഇറ്റ്സ് എ കാറ്റ്. അതൊരു പൂച്ചയാണ്. പൊതുവേ അത്, ഇത് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഇറ്റ് എന്നതാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഇറ്റ്സ് എന്നതാണ് യൂസ് ചെയ്യുന്നത്.
ഇറ്റ് ഈസ് അല്ല, ഇറ്റ്സ്. ദ ഡോഗ് വാഗിങ് ഇറ്റ്സ് ടെയിൽ. നായ അതിൻ്റെ വാലാട്ടുകയാണ്. ഇവിടെ ഇറ്റ്സ് അതിൻ്റെ. ഇറ്റ് സെൽഫ് അത് സ്വയം. ദ മെഷീൻ സ്റ്റോപ്ഡ് ഇറ്റ് സെൽഫ്. മെഷീൻ സ്വയം നിന്നു. അല്ലെങ്കിൽ പറയാം മെഷീൻ തന്നെ നിന്നു, അത് തന്നെ നിന്നു, അങ്ങനെ പറയില്ലേ. അതിന് നമ്മൾക്ക് ഇറ്റ് സെൽഫ് എന്നത് യൂസ് ചെയ്യാം. അത് സ്വയം, അത് തന്നെ. അപ്പോൾ ഇറ്റ് ഫാമിലിയിൽ ആരൊക്കെയാണ്? ഇറ്റ് അത്, ഇറ്റ്സ് അതിൻ്റെ, ഇറ്റ് സെൽഫ് അത് സ്വയം. അപ്പോൾ ഇന്ന് നമ്മൾ ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ ഫാമിലിയെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ. ഇത് ബിഗിനേഴ്സിനായിട്ടുള്ള ക്ലാസ്സാണ്. അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇതാണ് ശരിക്കും ബേസ് ആയിട്ട് പഠിക്കേണ്ടത്. ഇവിടെ മുതലാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം അജിത ശിവറാം.